Hi everyone, welcome back to chinnustastebuds. ഇന്ന് ഞാൻ ചില്ലി സോയ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഈവനിംഗ് സ്നാക്ക് ആയിട്ടാണെങ്കിലും ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഒരു കപ്പ് സോയ ചങ്ക്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കുക. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ സോയ ചങ്ക്സ് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഏകദേശം ഒരു അരമണിക്കൂർ വരെ ഇത് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഇനി അരമണിക്കൂർ സോക്ക് ചെയ്യാൻ സമയമില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് വെച്ചാലും മതിയാവും. പെട്ടെന്ന് തന്നെ സോയ ചങ്ക്സ് സോക്കായി കിട്ടും. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്കിതിന് ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി. കോൺഫ്ലോർ ആകുമ്പോൾ കുറച്ചുകൂടെ നന്നായിരിക്കുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി ആകുമ്പോൾ നല്ലൊരു കളർ ഉണ്ടാവും. പിന്നെ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർക്കുക. അപ്പോൾ ഈ സോസുകളൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മുടെ ചില്ലി സോയ ഫ്രൈക്ക്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നല്ല തിക്കായിട്ടൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കുക. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കാൽ ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഫുഡ് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ചുകൂടെ ആ ഫോട്ടോക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഫുഡ് കളറും കൂടെ ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോയ ചങ്ക്സ് ഓരോന്നും എടുത്തൊന്ന് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലെ വെള്ളം കളഞ്ഞതിന് ശേഷം വേണം സോയ ചങ്ക്സ് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം സോയ നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കുമ്പോൾ നന്നായിട്ട് അതിൽ വെള്ളം പിടിച്ചിരിക്കും. ആ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഈ ബാറ്ററും സോയ ചങ്ക്സും നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതൊന്നൊരു അരമണിക്കൂർ വരെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ശരിക്കും ആ സോയ ചങ്ക്സിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുള്ളൂ. ആ ടേസ്റ്റ് ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ്. ഇത് ഞാൻ അരമണിക്കൂറിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം സോയ ചങ്ക്സ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നൊരു സ്നാക്ക് റെസിപ്പിയാണിത്. ഇത് സ്നാക്കായിട്ടല്ല, ചോറിൻ്റെ കൂടെയാണെങ്കിലും നെയ്ച്ചോറിൻ്റെ കൂടെയാണെങ്കിലൊക്കെ നല്ലൊരു റെസിപ്പിയാണിത്. പിന്നെ ഇത് പ്യുവർ വെജ് റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻസിനും ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള സോയ ചങ്ക്സും കൂടി ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സോയ ചങ്ക്സ് ഫ്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.